Hi friends, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ഐറ്റമാണ്. ബിരിയാണി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാവരും പലതരത്തിലുള്ള ബിരിയാണി കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ഐറ്റമാണ് കുടുക്കാച്ചി ബിരിയാണി. അതായത് നമ്മൾ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ട് അതിലുള്ളൊരു കുടുക്കാച്ചി ബിരിയാണിയാണ്. അതിൽ പറയുന്നത് നമ്മൾ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ കുഞ്ഞാപ്പാൻ്റെ വീട്ടിലെങ്ങാണ്ട് പോയപ്പോൾ കഴിച്ച കുടുക്കാച്ചി ബിരിയാണി എന്നാണ്. അപ്പോൾ നമുക്ക് ഇളയപ്പാൻ്റെ വീട്ടിൽ പോകാണ്ട് തന്നെ നമ്മളെ സ്വന്തം വീട്ടിൽ എങ്ങനെ ഒരു കുടുക്കാച്ചി ബിരിയാണി തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി ഐറ്റമാണ് കുടുക്കാച്ചി ബിരിയാണി. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 1-2 ഇൻഗ്രീഡിയൻസ് മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചാൽ മതി. വളരെ എക്സ്പെൻസ് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. എങ്ങനെ കുടുക്കാച്ചി ബിരിയാണി നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വഴിയേ പറയാം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റെസിപ്പി ഐറ്റംസ് എന്താണെന്നൊക്കെ കാണാം. അപ്പോൾ നമുക്ക് കുടുക്കാച്ചി ബിരിയാണി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കാത്ത കുറച്ച് മസാലപ്പൊടികൾ മാത്രമാണ്. അത് നമുക്ക് കറി വെക്കുമ്പോഴും ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്ന് അവിടെ ആവശ്യം ഒരു പൈനാപ്പിള്, പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ പൊടി കിട്ടും, അത് നമ്മൾ നുറുക്കിയത് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ബദാം കുതിർത്തി വെച്ചിട്ടുണ്ട്. ജിഞ്ചർ ചതച്ചത്, നമ്മളെ പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത്, തൈര്, തക്കാളി, നമ്മുടെ ലെമൺ, പുതിനയില, പിന്നെ നമ്മുടെ ചെറീസ്, സവോള അരിഞ്ഞത് ഇരിക്കുന്ന നമ്മുടെ സവോള അരിഞ്ഞത്, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിനയില ചപ്പ്, പിന്നെ നമ്മുടെ രമ്പയില ഉണ്ട്. അങ്ങനെ ഈ ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ കുടുക്കാച്ചി ബിരിയാണി വെക്കാനായിട്ട് വേണ്ടത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ വഴിയെ കാണിച്ചു തരാം. മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഗരം മസാല, ഇച്ചിരി ചിക്കൻ മസാല, നമ്മൾ ജിഞ്ചർ പേസ്റ്റ് ഇടാൻ പോകുന്നത്. ബാക്കി നമുക്ക് കുറച്ച് മാറ്റി വെച്ചേക്കണം, നമ്മൾ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളക് ചതച്ചത് അത് നമുക്ക് കുറച്ച് കറിയിലേക്ക് ഇടാൻ വേണ്ടി വേണമെങ്കിൽ മാറ്റി വെക്കാം. ചതച്ചത്, തൈരാണ്, ഒരു 1, 2, 3 സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഉപ്പിട്ടില്ല, നമുക്കൊരു ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ കറിയിൽ എന്തായാലും ഉപ്പിടും. തൈരിൽ പുളി കുറവാണെന്നുണ്ടെങ്കിൽ പകുതി നാരങ്ങ മതി. പുളി ഇല്ലാത്ത തൈരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ നാരങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ മസാല കൂട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ കഴുകി വെച്ചേക്കുന്ന നമ്മുടെ കഴുകി ഒന്ന് വെള്ളം പോകാനായിട്ട് വെച്ചേക്കുന്ന നമ്മുടെ ഇറച്ചി പീസ് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇറച്ചിയിലേക്ക് നമ്മളിവിടെ ചെയ്ത് വെച്ചേക്കുന്ന മസാല നല്ല രീതിയിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്തു. ഒരു അരമണിക്കൂർ നമ്മുടെ ചിക്കൻ റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ശേഷം നമ്മൾ അടുപ്പൊന്ന് കത്തിച്ച് കൊടുക്കുക. ഇവിടെ കത്തിക്കാനായിട്ട് കുറച്ച് നല്ല സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മളെ ഈ റബ്ബറിൻ്റെ ഈ തോടില്ലേ, ഇതേപോലത്തെ കുരു വരുന്ന തോട് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അത് കത്തിച്ച് പിടിപ്പിക്കാനായിട്ട് ബെസ്റ്റാണ്. നമുക്ക് എന്തായാലും ചോറ് വെക്കാം, നല്ല കലം വെച്ച് കൊടുക്കാം. നമുക്ക് ബിരിയാണി വെക്കാനുള്ള ചോറ് നമുക്ക് വേവിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു തീ നല്ലതുപോലെ കത്തി വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേ ലീവ്സ് എന്ന് പറയുന്നത്. ബേ ലീവ്സ് ഇത് നമ്മുടെ ഏലക്ക, ഗ്രാമ്പു, തക്കോലം അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ നമുക്കിനി കുറച്ച് വനസ്പതി ചേർത്ത് കൊടുക്കണം. അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് വനസ്പതി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് അടച്ച് വെച്ച്
നമുക്ക് വെള്ളം തിളച്ചു നോക്കണം. അപ്പം ലിഡൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാനായിട്ട്. നല്ല ചൂടുണ്ട്. ഇത് ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ടൊരു ചെറിയ ഒരു ടിപ്പുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഇതേപോലെ ഒരു പോട്ട് ന്യൂസ് പേപ്പർ എടുക്കുക, എന്നിട്ട് നമ്മൾ മടക്കി നമുക്ക് ഉപയോഗിക്കാം. ഇത് ഇങ്ങനെ നിന്ന് മടക്കുക, അത് കഴിഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, പിന്നെ ഇത് ഇങ്ങനെ 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 ഇതേപോലെ മടങ്ങി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചൂട് സാധനങ്ങൾ എടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും. തുണി ആകുമ്പോഴത്തേനും കത്തി ഒന്നും പിടിക്കത്തില്ല, ഇതാകുമ്പം ഈസിയാണ്. അപ്പോൾ നമ്മുടെ വെള്ളം നല്ല രീതിയിൽ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം. അരിയിട്ട് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് കലക്കി കൊടുക്കുക. അരിയും നമ്മൾ വെള്ളമായിട്ടൊന്ന് കലക്കി നമുക്കൊന്ന് അടച്ച് വെക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് വെള്ളം കലക്കി നമുക്കിങ്ങനെ അടച്ച് വെച്ച് നമ്മൾ ചോറ് വേവിക്കുന്ന പോലെ വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചോറ് നോക്കാം എങ്ങനെയാണ്. ആഹാ, നല്ല രീതിയിൽ തിളക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയുണ്ട്, നമ്മളെ ചോറും തിളയ്ക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റകത്തൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ചോറ് ശരിയാവും. നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോറൊന്ന് വടിച്ചെടുക്കുക എന്നുള്ളതാണ്. വടിച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ബിരിയാണി ദം ചെയ്യാനുള്ള സമയത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ചീനച്ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളോട് യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന ചിക്കനെ നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ ചിക്കൻ അധികം പൊരിച്ചെടുക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കറി വെക്കുമ്പോഴത്തേനും ദം ചെയ്യുമ്പോഴത്തേനും അത് നല്ല രീതിയിൽ കുക്കായി വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുത്താൽ മതി. അതാണ് നമ്മൾക്ക് ആവശ്യവും. അപ്പോൾ അധികം കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏറെക്കുറെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കോരിയെടുത്ത് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും ഇതേപോലെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കുക എന്നുള്ളതാണ്. ബാക്കിയിരിക്കുന്നതും ഇതേപോലെ ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ മതി, ഒരുപാട് വെന്ത് പോകണ്ട. നിങ്ങൾ റെസിപ്പി ഐറ്റംസ് എല്ലാം കണ്ടുണ്ടാവും. ഒരു മൺകലം ആണ് ആവശ്യം കുടുക്കാച്ചി ബിരിയാണി വെക്കാനായിട്ട്. ബാക്കി നമ്മൾ ചിക്കനൊക്കെ വറുത്തതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത് ചിക്കൻ വറുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ ഇഞ്ചി തക്കാളി പേസ്റ്റ് എല്ലാം നിങ്ങൾ ചതച്ച് വെച്ചതും ഒക്കെ എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളെ പൈനാപ്പിളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി ബിരിയാണി വെക്കാനുള്ള സകല ഇൻഗ്രീഡിയൻസും നമ്മൾ സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇനി മസാല കൂട്ടും തയ്യാറാക്കുക, പിന്നെ നമ്മുടെ അരിയിട്ട് ദം ചെയ്തിട്ട് നമ്മളെ ബിരിയാണി സെറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കലം വെക്കാം. കല്ല് കത്തുന്നുണ്ട്, അപ്പോൾ നമുക്ക് കലം വെച്ച് കൊടുക്കാം. ഇതാണ് നമ്മുടെ കുടുക്കാച്ചി ബിരിയാണി വെക്കുന്ന നമ്മളെ ചെറിയൊരു കലം. നമ്മൾ കലം വെച്ചു. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ നമ്മളെ കലത്തിൻ്റെ സൈഡിലേക്ക് ഇതേപോലെ ആക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. കലം ഡ്രൈ ആയിരിക്കും അല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ ഡ്രൈ ആയിരിക്കും, ഒന്ന് വെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ട് നമുക്ക് ഉള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ച് വഴറ്റിയെടുക്കണം. അപ്പോൾ ലൈറ്റ് ബ്രൗൺ, അധികം മൂപ്പിക്കേണ്ട, ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേനും നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഉള്ളി വഴറ്റുമ്പോഴത്തേനും പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമുക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചതച്ച് വെച്ചേക്കാൻ നമ്മുടെ പച്ചമുളക്,
ഇതെല്ലാം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തപ്പോൾ ബാക്കി വെച്ചിരുന്നതാണ് നമ്മളിപ്പോൾ കറിയിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ച് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ബാക്കിയുള്ള രമ്പയില ആഡ് ചെയ്തത് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് എണ്ണയിൽ നമുക്ക് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക ഒരു 5 മിനിറ്റ്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി, മഞ്ഞൾ, ലേശം നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം, ചിക്കൻ മസാല. ഇനി നമുക്ക് ഈ മസാലപ്പൊടി നമ്മളിട്ട ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ലൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാക്കി മസാലപ്പൊടിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ബാക്കി വരുന്നത് നമുക്ക് ചിക്കൻ ഇടുന്നതിന് മുന്നായിട്ട് നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു 4 സ്പൂൺ തൈര് കൂടെ ചിക്കൻ ഇടുന്നതിന് മുന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്ക് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല നമ്മൾ ചിക്കനായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ മസാല വെള്ളമാണ്. നമ്മൾ വെള്ളം എന്തിനാണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ മസാലക്കൂട്ട് നമ്മൾ ചിക്കനായിട്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റത്തേക്ക് മതി. ഇപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ അണ്ടിപ്പരിപ്പ് അരച്ചത്, നമ്മൾ നുറുക്കി അണ്ടിപ്പരിപ്പ് അരച്ചത് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് ഒഴിച്ചതും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കുക. നമുക്ക് ഇച്ചിരി വെള്ളത്തിൻ്റെ അംശം കൂടെ ഉണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് ഫുള്ള് വറ്റിച്ചെടുക്കാം. നമ്മുടെ കുടുക്കാച്ചി ബിരിയാണി ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നമ്മളെ കറി, നമ്മുടെ ചിക്കൻ ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറൊക്കെ ഇട്ട് ഒന്ന് ദം ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് കണ്ടോ, അതുപോലെ ഗ്രേവിയൊക്കെ നല്ല തിക്ക് ഗ്രേവിയാണ്. അടിപൊളി സൂപ്പർ ഗ്രേവിയാണ്. നമുക്കിനി ചോറൊക്കെ ഇട്ട് ഒന്ന് ദം ചെയ്തെടുത്താൽ നമ്മളെ കുടുക്കാച്ചി ബിരിയാണി തയ്യാറായി. അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ദം ചെയ്യാനുള്ള പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് കഴിഞ്ഞാൽ ചോറ് ലെയർ ബൈ ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചോറ് ആദ്യം ഒരു ലെയർ ഇടാം. അത് നിരത്തിയതിന് ശേഷം നമുക്ക് മല്ലിയില, പുതിനയില രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ വറുത്ത് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും കഴിഞ്ഞിട്ട് നമുക്ക് പൈനാപ്പിൾ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറീസ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ സവോള നെയ്യിൽ വറുത്ത് വെച്ചേക്കുന്നതാണ്, അതും നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ബദാം അരച്ച പേസ്റ്റാണ്. നമ്മൾ ബദാം കുതിർത്തി അരച്ചത് നേരത്തെ കാണിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ബദാം അരച്ചാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇനി ഒരിക്കൽ കൂടെ നമ്മുടെ ചോറ് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിലും ഇതേപോലെ തന്നെയാണ് നമുക്ക് ലെയറായിട്ടതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള മല്ലിച്ചപ്പ്, പുതിനയില ചപ്പ്, പിന്നെ നമ്മുടെ ബാക്കി ഉള്ളി മൂപ്പിച്ചത് അതെല്ലാം ലെയർ ബൈ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇനി നമ്മളിടുന്നത് ലാസ്റ്റ് ഫൈനൽ ലെയറാണ് നമ്മളിടുന്നത്. അപ്പോൾ നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ടതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്, അതായത് മല്ലിയില, പുതിനയില, ചെപ്പ്, പിന്നെ നമ്മുടെ ഉള്ളി നെയ്യിൽ വറുത്തത്, പിന്നെ നമ്മളെ പൈനാപ്പിളും ചെറീസും അതൊരു ലെയർ ഇട്ട് കൊടുക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് നെയ്യിൽ വറുത്തതാണ്. നമ്മൾ ബിരിയാണി എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നെയ്യ് ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടെ ഒഴിക്കുക, നന്നായിരിക്കും. നമ്മൾ ദം ചെയ്യുമ്പോഴത്തേനും നല്ല മണമായിരിക്കും. പിന്നെ നമുക്ക് ഒരു ഇച്ചിരി കളറിന് വേണ്ടിയിട്ട് നമ്മൾ റോസ് വാട്ടറും മഞ്ഞളും മിക്സ് ചെയ്തതാണ്, മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്തതാണ്. നമ്മൾ ആർട്ടിഫിഷ്യൽ കളറല്ല, റോസ് വാട്ടറും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തതാണ് മഞ്ഞൾപ്പൊടി. ലാസ്റ്റ് നമ്മുടെ ബദാം പേസ്റ്റും കൂടെ ഒഴിച്ച് നമുക്കിനി അടച്ച് വെക്കാം. ടിൻ ഫോയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈദ മാവ് വെച്ച് അടച്ച് വെക്കാം. ഞാനിവിടെ വാഴയില വെച്ചൊന്ന് ക്ലോസ് ചെയ്യുകയാണ്. വാഴയില വെച്ചൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ദം ചെയ്യാം. നമുക്കിതേപോലെ വാഴയില അകത്ത് വെച്ച് ക്ലോസ് ചെയ്ത് പുറത്തൊരു ലിഡ് വെക്കുക. അപ്പം അതിൻ്റെ ആവി ഒന്നും പുറത്ത് പോകാനായിട്ട്, സ്റ്റീമൊന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കല്ല് വെച്ച ശേഷം കനൽ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കത്തിക്കരുത്, ജസ്റ്റ് കനൽ മാത്രം മതി ദം ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ദം ഒന്ന് പൊട്ടിച്ചു. ഇപ്പം നമ്മുടെ വാഴയില നല്ല വാടിയിട്ടുണ്ട്. വാഴയിലയും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ചൂട് കയറി നല്ല സെറ്റായിരിക്കുവാണ്. നമ്മുടെ കുടുക്കാച്ചി ബിരിയാണിയുടെ ദം പൊട്ടിച്ചു. ഇനി നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്യാനായിട്ട് ഇന്ന് നമുക്ക് ഗസ്റ്റ് ആരുമില്ല, ഞങ്ങൾ വീട്ടുകാർ തന്നെയാണ് ഇന്ന് കുടുക്കാച്ചി ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചിട്ട് നമ്മൾ തന്നെ അടിപൊളി സൂപ്പർ എന്ന് പറയുന്നതിനൊരു ഒരു ജെനുവിനിറ്റി കാണുന്ന പ്രേക്ഷകരെ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വീഡിയോ എന്തായാലും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ കുടുക്കാച്ചി ബിരിയാണി നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ഉറപ്പായിട്ട് ഇഷ്ടമാവും. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് റെസിപ്പിയാണ്. ഇത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും തുടർന്നും നമുക്ക് വ്യത്യസ്തമായ വീഡിയോകൾ നമ്മളെ ചാനലുണ്ടാവും. ഒരുപാട് വ്യത്യസ്തമായ റെസിപ്പീസ് അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇനി വരുന്നുണ്ട്. നിങ്ങൾ ചാനൽ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എന്തായാലും നമ്മൾ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ മറക്കരുത്. ഞങ്ങൾ എന്തായാലും അതെല്ലാം വായിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. As always, with that all said, guys, shukriya, salam alaikum, assalam, take care and do whatever good to others. See you in next video. Until then, take care and bye.